ഒരു ദേശത്തിന്റെ കഥ. ശ്രീധരൻ എന്ന ബാലന്റെയും അവൻ വളർന്ന അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിന്റെയും കഥയാണിത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി സ്നേഹമുള്ള മനുഷ്യരും പച്ചപ്പും നിറഞ്ഞൊരു കൊച്ചു ലോകമായിരുന്നു അതിരാണിപ്പാടം. ശ്രീധരന്റെ അച്ഛൻ ശ്രീകൃഷ്ണ മാസ്റ്റർ സത്യവും ധർമ്മവും ജീവശാസ്ത്രമാക്കിയ ഒരു വിപ്ലവകാരിയും ആദർശാലിയുമായിരുന്നു. അച്ഛന്റെ വായനയും ലോകപരിചയവുമാണ് ശ്രീധരന്റെ ചിന്തകളെ വളർത്തിയത്. തന്റെ വീടിന് ചുറ്റുമുള്ള ഓരോ മനുഷ്യരെയും അവരുടെ സങ്കടങ്ങളെയും തമാശകളെയും ശ്രീധരൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു. തലമുറകളായി ഐശ്വര്യത്തിലും പ്രതാപത്തിലുമായിരുന്ന കേളഞ്ചേരി തറവാടിനെ നശിപ്പിക്കുകയും സ്വയം നശിക്കുകയും ചെയ്ത കുഞ്ഞിക്കേളുമേലാൻ, കോരൻ ബട്ട്ലർ, കുളൂസ് പറങ്ങോടൻ, പെരിങ്കാലൻ അയ്യപ്പൻ, ആധാരമാണ്ടി, ശകുനി കമ്പൗണ്ടർ, മീശക്കണാരൻ, കൂനൻ വേലു, ഞണ്ടുഗോവിന്ദൻ, തടിച്ചിക്കുങ്കിച്ചിയമ്മ, വെള്ളക്കുറ കുഞ്ഞിരാമൻ, കൊടക്കാൽ ബാലൻ, ഇവരെല്ലാം അതിരാണിപ്പാടത്ത് ചെളിയും മഴയും വെയിലും വീമ്പു പറച്ചിലും കുറ്റം പറച്ചിലും തല്ലും തലോടലും എല്ലാം കണ്ടും കേട്ടും വളർന്ന മനുഷ്യരാണ്. ശ്രീധരനും അവരിൽ ഒരാൾ തന്നെ. അയൽവാസിയായ കുതിരക്കാരൻ പാച്ചുക്കുറുപ്പും തുന്നൽക്കാരൻ കുഞ്ഞിക്കണ്ണനും അന്ധനായ അപ്പൂപ്പനുമെല്ലാം ആ ഗ്രാമത്തിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. ശ്രീധരനൊരു പ്രണയമുണ്ടായിരുന്നു, വിമല. അത്തിക്കാട്ട് തൊടിയിലെ വിമലയെ ശ്രീധരൻ ആദ്യമായി കാണുന്നത് പിന്നീട് അവർക്കിടയിൽ വളരുന്ന നിശബ്ദമായ അനുരാഗവും നോവലിലെ മനോഹരമായ ഭാഗങ്ങളാണ്. ശ്രീധരന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ബാബുവിന്റെ സഹോദരിയാണ് വിമല. ബാബുവിന്റെ പെട്ടെന്നുള്ള മരണമുണ്ടാക്കിയ ശൂന്യത ശ്രീധരനും വിമലയും കൂടുതൽ അടുക്കാൻ ഒരു കാരണമാണ്. കാലം അതിന്റെ പ്രവാഹത്തിൽ ശ്രീധരനെ ഒരു പ്രവാസിയാക്കി. ജോലി തേടി ശ്രീധരൻ നാടുവിടുന്നതോടെയാണ് അവരുടെ പ്രണയത്തിൽ വിള്ളൽ വീഴുന്നത്. വർഷങ്ങൾക്ക് ശേഷം പ്രായമായ ശ്രീധരൻ തന്റെ പ്രിയപ്പെട്ട അതിരാണിപ്പാടത്തേക്ക് തിരിച്ചെത്തി. പക്ഷെ അദ്ദേഹം കണ്ട് പഴയ ഗ്രാമത്തെയല്ല. ആ പഴയ സ്നേഹവും ലാളിത്യവും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. പ്രിയപ്പെട്ട മനുഷ്യരെല്ലാം ഓർമ്മകളായി മാറിക്കഴിഞ്ഞിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വിമല വിവാഹിതയായി കഴിഞ്ഞു. ഗ്രാമത്തിൽ വന്ന മാറ്റം കണ്ട് വേദനിക്കുമ്പോൾ തന്റെ ബാല്യകാലത്തെ മനോഹരമായ ഓർമ്മകളിലൂടെ ശ്രീധരൻ ആ ദേശത്തെയും അവിടുത്തെ മനുഷ്യരെയും അനശ്വരമാക്കി. ആ ഓർമ്മകളാകുന്ന വരികളാണ് ഒരു ദേശത്തിന്റെ കഥ. 1950 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എസ്.കെ. പൊറ്റക്കാടിന്റെ ഈ നോവൽ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കൊപ്പം ഒരു ദേശത്തിന്റെ ചരിത്രം കൂടിയാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും കാണാം. ഞാൻ രാകേഷ് ഗോപിനാഥ്. നന്ദി, നമസ്കാരം.